പ്രിസൺ എസ്കേപ്പ്. അന്നേരം നമ്മുടെ പ്രിസൺ എസ്കേപ്പ് കളിക്കുന്നതിന് മുമ്പ് ഒരു വലിയൊരു വിഷമ വാർത്തയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിസൺ എസ്കേപ്പിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നായിരുന്നു. പക്ഷേ അപ്ഡേറ്റ് വന്നപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഫുള്ള് ഡേറ്റ ക്ലിയർ ആക്കി കിടക്കുമായിരുന്നു. എന്തുവാ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഗെയിം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഫുള്ള് ഡേറ്റ ക്ലിയർ ആയിരിക്കുന്നു. അന്നേരം നിങ്ങൾ ആർക്കെങ്കിലും ഡേറ്റ അങ്ങനെ തിരിച്ചു കൊണ്ടുവരേണ്ടതാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അന്നേരം പക്ഷേ വിഷമാർക്കാണോ ഡാറ്റ ക്ലിയർ ആയി. സന്തോഷാർത്ഥം എന്ന് വെച്ചാൽ അതിനകത്ത് വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് ലഞ്ച് ബ്രേക്ക്, നമ്മുടെ റിയൽ PC ഗെയിമിന് കൂടെ ലഞ്ച് ബ്രേക്കും വന്നിട്ടുണ്ട്. അന്നേരം അഥവാ ഞങ്ങൾ ഈ ഗെയിം ഈ വീഡിയോ നമ്മൾ എന്താണെങ്കിലും ആ ഗെയിം കളിക്കും. അഥവാ നിങ്ങൾക്ക് ഇനിയും ആ ഗെയിം കളിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം അത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡെന്നും കൂടെ പറയാം. കാരണം ഒരു കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അന്നേരം നമുക്ക് വേറെ സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ചാനലിൽ 138 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തെല്ലാവർക്കും താങ്ക് യു. എന്തായാലും നമുക്ക് നേരെ ഗെയിമിലെത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ആരും തൊട്ട് നമ്മളിനി തൊട്ട് ഈ ലെറ്ററൊന്നും വായിക്കുന്നില്ല. കാരണം ചുമ്മാ നമ്മളെ സമയം കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. ഗെയിം ഇപ്പോൾ നമുക്ക് കാണാറുണ്ട്. നമുക്ക് പെട്ടെന്നായിട്ട് നല്ല കറണ്ട് ഈ വീഡിയോ തന്നെ നമുക്കൊരു 5 മീറ്റർ എങ്കിലും കിട്ടണം. നമ്മുടെ ഗോൾ അതാണ്. എന്നിട്ട് നമ്മൾ മറ്റേ രീതിയിൽ കുഴിക്കത്തില്ല. ഇനി നമ്മൾ സർക്കിളായിട്ട് കുഴിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഭയങ്കര പാടുണ്ട്. ആദ്യം ഒരു ബൗണ്ടറി വെക്കാം. ഒരു ബൗണ്ടറി വെക്കാം. നമുക്ക് ഇത്രയും വെച്ച് കുഴിക്കാം. ഇച്ചിരി കൂടെ വിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതായിരിക്കും നമ്മുടെ സൈസ്. അതായത് ഇപ്പം നമുക്ക് മറ്റേ ശവപ്പെട്ടി കിട്ടുവാണേലും ഇവിടെ ആയിട്ടൊക്കെയാണ് ശവപ്പെട്ടിയും വരുന്നത്. അഥവാ ശവപ്പെട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം നമ്മുടെ MP കൂട്ടാൻ അന്ന് ഒരു ഇത് അഴിക്കുന്നതാണ് ഒരു ശവപ്പെട്ടി ഉണ്ടെന്ന്. അന്നേരം നമുക്ക് അവിടെ ഇച്ചിരി വിത്തായിട്ട് അങ്ങ് എടുത്താൽ മതി. ആണെങ്കിൽ ഭയങ്കര ഒരു വിഷമാർത്തയാണ്. ചിലർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരിക്കും. അവർ മുമ്പേ കാണാൻ തുടങ്ങി. ഇപ്പം എന്താ ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഭയങ്കര സോറി. എനിക്കും ഭയങ്കര വിഷമമുണ്ട്. പെട്ടെന്നായിട്ട് നമുക്ക് കളിക്കാം. എന്തോ അറിയത്തില്ല, ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. ഓപ്ഷൻ കാണിക്കുന്നു. ഇവർ പറയുന്നോട്ട് ചെയ്യാനും പറ്റില്ല. ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. ഞാൻ എന്തോ ചെയ്യാനോ? അതെനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഫസ്റ്റ് ഇവർ പറയുന്നോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അഥവാ ഇനി ഈ സീരീസ് തുടങ്ങണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കമൻറ്റ് ചെയ്യണം. ഇതിനകത്ത് സൈഡിൽ ലഞ്ച് ബ്രേക്ക് എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. പുതിയ ഇതാണ്. അതാണ് പുതിയ. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ പോയത്. എന്തായാലും ഫസ്റ്റ് ടാസ്ക് അത് തന്നെയായിരുന്നു. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ശരി നോക്കും. നമ്മൾ ഫുഡ് മാറി കിടക്കുന്നു. എടുത്തു വന്നു. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് കളിക്കും. 1 സെക്കൻഡോ 2 സെക്കൻഡോ ഒന്നുമില്ല. പെട്ടെന്ന് നമ്മൾ വിളിക്കും. ലഞ്ച് ബ്രേക്ക് നോക്കണം. 12 മണിയാകുമ്പോഴാണ് നമ്മൾ ലഞ്ച് ബ്രേക്ക് ആവുന്നത്. നമുക്ക് പെട്ടെന്നായിട്ട് നീങ്ങാൻ കാരണം സമയമില്ല. എന്താണേലും ഒരു എത്ര മീറ്റർ കുഴിക്കണമെന്ന് ഒരു 5 മീറ്റർ ഒഴിക്കണം. അത് ഫുള്ളും കുഴിക്കണം. 5 മീറ്റർ. ഓപ്ഷൻ പോലും കാണിക്കുന്നില്ല. ദേഷ്യം ഞാൻ ഡേറ്റയും ക്ലിയർ ആയി. എന്ത് പ്രശ്നം എനിക്ക് മനസ്സിലായില്ല.
ഇന്നത്തെ നമ്മുടെ ഇതെടുക്കാം. ഗാർഡ് എന്തോ വരാത്ത ടോയ്ലറ്റ് പേപ്പർ. ഫുഡ് വാങ്ങാം. പക്ഷെ നമുക്ക് കറക്റ്റ് ലെവലിൽ കുഴിച്ചാലേ സാധനങ്ങളെല്ലാം കിട്ടത്തുള്ളൂ. അത് ശവപ്പെട്ടി എന്താണ് കിട്ടുന്നതിന് മുമ്പ് MP എന്താണെങ്കിലും ഒരു കത്ത് അയക്കുന്നതാണ് സാധാരണ. എന്നാലും നമുക്ക് സാധനങ്ങളൊന്നും കിട്ടത്തില്ല. സൈഡിലൊക്കെ എന്ത് സാധനങ്ങളായിരിക്കും. നമുക്ക് ഈ ആഴത്തിൽ അങ്ങ് ഒഴിക്കുക. ഈ 1.2 മീറ്റർ, ഈ 1.2 മീറ്റർ എല്ലായിടത്തും നോക്കുക. വേണം അന്നേരം പറ്റും. സാധനങ്ങളെല്ലാം കിട്ടും. തൽക്കാലം ഒരു ആൾക്കാർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒരു ഇച്ചിരി ഫ്രണ്ട്സ് നമ്മൾ കുളിച്ചിട്ടുണ്ട്. വിളിക്കാൻ വേണ്ടി ലഞ്ച് ബ്രേക്കും ആവാറായി. ലഞ്ച് ബ്രേക്ക് ഇപ്പോൾ എന്താ പുതിയ സംഭവം എന്ന് അറിയത്തില്ല. ലഞ്ച് ബ്രേക്ക് ഗൈസ്. ലഞ്ച് ബ്രേക്ക് 10 സെക്കൻഡ് കൂടെ ഉണ്ട്. എന്നാലും നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കിന് എന്താണെങ്കിലും അവിടെ ഫുഡ് വരും. ലഞ്ച് ബ്രേക്കായി. വേറെ ഒരു ചേച്ചി വന്നാണ് പോലീസ് വന്നിട്ട്. നമ്മളോട് പറഞ്ഞേക്കുന്ന ഒന്ന് മാറും. ഇതെന്തോ പോണം. അപ്പം തന്നെ നമുക്ക് ഫുഡ് അടിക്കാം. ഇവിടെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല. ഫസ്റ്റ് എന്താ ജാക്ക് പോട്ടോ റേസ് ദ ഷേക്ക് ചുമ്മാ ജസ്റ്റ് ഒരെണ്ണം മേടിച്ചാലോ? ഗാർഡിനോട് പിന്നെ ഇവനെന്തോ ഒരു മിഷൻ പറയുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. ഗെറ്റ് എ സോപ്പ് ബാർ. ഓ സോപ്പ് ബാർ ഇനി കുഴിക്കാൻ നിൽക്കണം. ഒന്നുകൂടി എന്നോട് ചോദിച്ചാലോ? ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് പോവാം. എന്നിട്ട് ഗാർഡിനെ വിളിക്കാം. ഗാർഡിനെ വിളിക്കാൻ പറ്റും. നമുക്ക് പറ്റൂല. കാരണം ഇനി 14:30 വരെ ഇതാണ്. നേരം വരെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഇതൊന്നും അല്ല. താക്കോല് വേണം. ഞാൻ ഇനി ശവപ്പെട്ടി ഇവരോട് നമുക്ക് വേണമെങ്കിൽ ചീട്ട് കളിക്കാൻ പറ്റും. എന്തോ ഞാൻ മകളോടൊന്നും ഒന്നും പറ്റിയില്ല. കഴിയാറായില്ല. ഇതുവരെ 14:30 ഇതെല്ലാം പുതിയ അപ്ഡേഷനിൽ വന്നതാണ്. ഇതും ഈ ജാക്ക് പോട്ടും ഇതും ഇതെല്ലാം പുതിയ ഇതിൽ വന്നതാണ്. ഈ പുതിയ ചേച്ചിയും പുതിയ വെൻഡിങ് മെഷീനും കൊക്കക്കോളയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കൊക്കക്കോള ആയിരിക്കും ഇത്. ഫിവറൊരു കഷ്ടമാണ്. ആളെ വിളിച്ചാലും ഇപ്പോഴേ വിളിച്ചാലും ഫുഡ് അടിച്ചാലും ഫുഡുണ്ടോ? നെക്സ്റ്റ് ലൈറ്റ്സ് ഔട്ടാണ് വരുന്നത്. 22 മണിക്കാണ് വരുന്നത്. സോപ്പ് ബാർ യുവർ ഫണ്ട് പിക്ക് ചേർന്നു. മറ്റേ അവരോട് നമ്മൾ ഡീൽ പറഞ്ഞില്ല. അത് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു. ഒരു സ്റ്റാർ മുകളിലുണ്ട്. ആളിപ്പോഴേ 1 മീറ്ററായി.
ഇടയ്ക്കിടെ ഈ ഓപ്ഷൻ കാണിക്കാറില്ല. മിക്കവാറും നമ്മൾ പെടുത്താനുള്ള വഴിയാണുള്ളത്. ഇത് കൊടുക്കണ്ടായി. എന്നാലും എന്തോ ചെയ്യാൻ, ഇനി അടുത്ത ദിവസം ലഞ്ച് ബ്രേക്കിന് എന്തോ കാണിക്കാൻ അത് കൊടുക്കണ്ടായിരുന്നു. വേറെ സാധനം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പിന്നെ വിൽക്കുക? വിറ്റില്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് കിട്ടുക? അങ്ങനെ വില കൂടിയതാണ് സോപ്പ്. അവിടെ സോപ്പ് വിൽക്കണം നമുക്ക്. അവന് കൊടുക്കണം സോപ്പ് എങ്ങനെയെങ്കിലും കിട്ടണം. അവൻ്റെ ഇത് ഷവലി ട്രേഡ് ചെയ്യാം നമുക്ക്. 50 എണ്ണം വേണം. ഫുഡും കൂടെ വാങ്ങും. ഫുഡ് മേടിക്കാനോ? പെട്ടെന്ന് പെട്ടെന്ന്. വേണ്ട വേണ്ട വിട്ടോ മേടിക്കാൻ കേട്ടോ. അത് നമ്മുടെ കയ്യിൽ 3 എണ്ണേ ഉള്ളൂ. അത്രയാണോ അതിന് വേണ്ടത്? മെഡീസിന് സാധനങ്ങൾ എടുക്കും. ഇതിലുണ്ടോ? അത് കാർട്ട് രാത്രി ആവാറായിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ബാഗ് മേടിക്കാനും ഒരു പറയുന്നുണ്ട്. ബാഗ് എത്ര 50-ാണ് നോക്കുക. കുഴിക്കാൻ ഇനി ഒരു പുതിയ ഷവലും മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഴിച്ചാൽ മതി. സാധനങ്ങളും കുറേ കിട്ടുന്നുണ്ട്. സമയം അധികം എടുക്കത്തില്ല. നമ്മളിപ്പോൾ 2 മീറ്റർ ആവാറായി. അങ്ങനെ രാത്രി ആവാറായിട്ടുണ്ട്. നമുക്ക് രാത്രി ഇനി കുഴിക്കാം. രാത്രി ഒരു പ്ലാൻ ഉണ്ടെന്നു ഗൈസ്. ഫുഡില്ലല്ലോ. ഫുഡ് വാങ്ങാൻ നോക്കിട്ട് സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു മിനിറ്റ് ഉണ്ട്. ഇപ്പം ഗാർഡ് എങ്ങനെയും ഒന്ന് തുറന്നാൽ മതി. പെട്ടെന്ന് രാത്രിയാവും. ഒരു എനർജി ഡ്രിങ്ക് മേടിക്കുന്ന എന്താണെങ്കിലും നല്ലതായിരുന്നു. നമുക്ക് എന്താണെങ്കിലും ഇപ്പം കുഴിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി സുഖമായിട്ടിരുന്ന് കുഴിക്കാം. രാത്രി 30 സെക്കൻഡ് ഗോൾഡ് കാർഡ് ചെയ്തേര്. വാതിലെന്താണെങ്കിലും അടച്ചു വെക്കാം. രാത്രി ആവട്ടെ. 29 ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. ഗാഡിപ്പം വരും. ഉറങ്ങണ്ടോ? നമുക്കെന്താണ് ഉറങ്ങും?
21, 28, 29. നമുക്കെന്നാ രാത്രിയായിട്ട് കാണാം. എന്താണ് നമ്മുടെ സമയം തീരാറായി. ഇനിയിപ്പോൾ ഗാർഡ് വരത്തില്ല. 5 മണിക്ക് ഇനി ഗാർഡ് വരത്തുള്ളൂ. ഈ സൈഡൊക്കെ ഒന്ന് ഇച്ചിരി കുഴിച്ചേക്കാം. അടിയിലോട്ട് ഒഴിക്കും. ഈ സൈഡൊക്കെ കുഴിക്കും. 5 മണി വരെ നമുക്ക് സമയമുണ്ട്. 5 മണി വരെ എങ്ങനെയായാലും അടിയിലോട്ട് ഒഴിച്ചാൽ മതി. ചാടിച്ചാടി സൈഡ് നമ്മൾ പെട്ടെന്നോട്ട് എന്താണെങ്കിലും എത്തുന്നുണ്ട്. സിഗരറ്റ് ഇട്ടുണ്ട്. സിഗരറ്റ് അതാണ് സിഗരറ്റ് ആയി. അല്ല, കോയിന് സിൽവർ കോയിൻ. സാധനങ്ങളും കളക്ട് ചെയ്തേക്കാം. ഇനിയിപ്പോൾ എന്താണെങ്കിലും അടുത്ത ലഞ്ച് ബ്രേക്കിന് നമുക്കൊരു എനർജി ഡ്രിങ്കും മേടിക്കാം. കാരണം ഈ രാത്രി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഗാർഡും വരത്തില്ല, കുറേ കുളിക്കാനും പറ്റും. ഇനിയിപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. അത് തന്നെ ഓഫിൽ കുത്തി കയറ്റി അടുത്ത ലഞ്ച് ബ്രേക്ക് വരെ കാത്തിരിക്കാം. ഇന്നെന്താണ് നമ്മൾ 3 മീറ്റർ വരെ കുഴിക്കും. 3.5 3 പറ്റാൻ അത്രയും നമ്മൾ കുഴിക്കും. കാരണം നമുക്ക് അറിയാമല്ലോ ഭയങ്കര ഒരു ഇതാണ് നടന്ന്. സാധനങ്ങൾ ഫുഡ് എന്താണ് നമുക്ക് കഴിച്ചേക്കാം. അതാണ് ചുമ്മാ എന്തെങ്കിലും ഒഴിച്ച് പറയുന്നത്. ഇനി ലഞ്ച് ബ്രേക്ക് വരെ കാത്തിരിക്കണം. എന്താണെങ്കിലും നമുക്ക് ഇപ്പം ഫുഡ് മേടിക്കണ്ട. ഫുഡൊക്കെ ഉണ്ട്. കോഴിതകാട് ചെയ്തത് നമുക്കന്ന് സമാനത്തോടെ ഒന്ന് കുഴിക്കുകയും ചെയ്യും. ഇറങ്ങുമ്പോൾ തന്നെ വിളിച്ചു. നമ്മുടെ നേരത്തെ എപ്പിസോഡ്, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ 6 മീറ്റർ ആയിരുന്നു കുഴിച്ചിരുന്നത് അല്ലേ? എന്താണ് നമ്മൾ 3 മീറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 മീറ്റർ കുഴിക്കാനും വലിയ പാടില്ല. 2 മീറ്റർ ആയിട്ടേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഇപ്പോൾ 2.6 ആയിട്ടുണ്ട്. 7 ആയിട്ടുണ്ട് ഇപ്പം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ട്രയാങ്കിളായിട്ട് അല്ല സ്ക്വയറായിട്ട് എന്താ അല്ല റെക്റ്റാങ്കിളായിട്ട് എന്താ കുഴിക്കാത്തത്? കാരണം റെക്റ്റാങ്കിളായിട്ട് കുഴിച്ച് കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും. ഇതാണ് വലിയ സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് കുഴിച്ച് പോവുക. 3 മീറ്റർ ആവാറായി ഗൈസ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ഷൗപ്പെട്ടി നമ്മുടെ ഈ ഒരു ലെവലിലാണ് വരുന്നത്. അതായത് 3 മീറ്ററും ആയിട്ടുണ്ട്. പെട്ടെന്നാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. എന്നാലും ഈ വീഡിയോ നമ്മൾ നേരത്തെ എപ്പിസോഡിന് അത്രയെങ്കിലും ആക്കണം. അതുകൊണ്ട് ആരും ബാക്ക് ആവണ്ട. കാരണം പ്ലീസ് ആരും ബാക്ക് ചെയ്യില്ല. ഫുള്ള് വീഡിയോ കാണണം. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിലും 6 മീറ്ററെങ്കിലും ആക്കും. ലാസ്റ്റ് ടോയ്ലറ്റ് പേപ്പർ ചെയ്ത് നമുക്ക് ഇന്നത്തെ ടോയ്ലറ്റ് പേപ്പർ കിട്ടിയില്ല. നല്ല ഫുഡും വാങ്ങാം. ചെയ്യാം. എങ്കിൽ നമുക്ക് 2 എനർജി ഡ്രിങ്ക് മേടിക്കാം. പക്ഷേ അത് നമുക്ക് ഇപ്പം യൂസ് ചെയ്യണ്ട. രാത്രി നല്ല സുഖമായിട്ട് നമുക്ക് എനർജി ഡ്രിങ്ക് കുടിച്ച് ഹെൽത്തും കൂട്ടാം. അടിയിലോട്ട് കൊടുക്കും.
ലാസ്റ്റ് നമുക്ക് വല്ല പൈസയുടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ അടിക്കും. അതാണ് നമ്മുടെ നേരത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ സംതിങ് എന്തോ വന്നായിരുന്നു. പക്ഷെ നമ്മൾ അതിന് മുമ്പേ പൈസ വാരി എറിഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പൈസ ചിലവാക്കുന്ന ഒരു പരിപാടിയും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ 3.4 നമുക്കത് കിട്ടുന്നത്. എന്തോ 3.5 കിട്ടുന്നത്. ഗൈസ് ഷവപ്പെട്ടി ഇട്ടിട്ടുണ്ടോ? പക്ഷേ ഷവപ്പെട്ടി നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട്സ്, നമ്മുടെ ഈ ലെവലിലായിട്ടാണ് നമ്മൾ ഷവപ്പെട്ടി വരുന്നത്. നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഷവപ്പെട്ടിയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് ആവശ്യം ഒരു ടണൽ കൂട്ടൊരു സംഭവം ചെയ്യുക, അതാണ് ബുദ്ധി. മണ്ണിങ്ങോട്ട് വാ. നമുക്കിന് ഡിസ്മസ് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ എടുത്ത് വിറ്റ് ഫുഡും വാങ്ങാം. പൈസ നമ്മൾ ചിലവ് ചെയ്യുന്നില്ല, കാരണം ഭയങ്കര പ്രശ്നം. ഡിസ്മിസ് ദ കാർഡ്. സാധനങ്ങൾ എടുത്തതിന് ഇതാണ് നമ്മളെ ഷവപ്പെട്ടി. ഷവപ്പെട്ടി തന്നെയാണ്. ഷവപ്പെട്ടി തന്നെയാണ്. വേറൊരു സാധനം ഇവിടെ ഇല്ല. പെട്ടെന്ന് സാധനങ്ങളെല്ലാം വയ്ക്കാം. എല്ലാം നെഗോഷിയേറ്റ് ചെയ്യുന്നു. അല്ലാണ്ട് ഇനി എന്താണേലും ഇച്ചിരി പൈസ നമുക്ക് വേണം. കാരണം നിങ്ങൾക്ക് അറിയാം, നമുക്ക് എനർജി ഡ്രിങ്കും മേടിക്കണം. ഷവല് വാങ്ങിച്ചു. ഷവലും കൂട്ടും വാങ്ങിക്കും. ഷവൽ എത്ര ഉണ്ട്? 50 ആണ്. ബൈ ആണ്. എന്താണ് തവി കിട്ടിയിട്ടുള്ളത്? ഉടുപ്പിച്ചു പെട്ടെന്ന് എന്താണേലും ഇപ്പോൾ ചോറിനുള്ള സമയമായിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒഴിക്കാൻ. ചോറുന്നത് അത്രയും വേണ്ട. ഒരു 11:40 ആവുന്നിടത്ത് നിർത്തിയാൽ മതി. സിഗരറ്റ് ഇരിപ്പുണ്ട്. ലൈറ്ററാണ്. നിങ്ങൾക്ക് ഇനി ഇച്ചിരി ഇങ്ങോട്ട് കുടിക്കുക. ഒരു ടണൽ കൂട്ടാക്കാം. അങ്ങോട്ട് തിരിഞ്ഞാണോ ഇരിക്കുന്നത്? ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പതിനൊന്ന് 20 ഇതായിട്ടുണ്ട്. ഓ, ഇങ്ങനെയാണ് സംഭവം കിടക്കുന്നത്. നമുക്കിപ്പം പോവാൻ മണ്ടക്കോട്ട്. ലഞ്ച് ബ്രേക്കും ആവാറായി. മണിക്കുട്ടി അടിച്ച്. അയ്യോ ഓടിക്കോ. അയ്യോ ടും സൗറായി. ഓ നമ്മൾ പെട്ട് നമ്മൾ നന്നായിട്ട് പെട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ രക്ഷപ്പെട്ട എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഹാർട്ട് ബീറ്റ് നമുക്കിപ്പോൾ അറിയുന്നില്ല. 100-ലെങ്ങാണ്ടാണ് പോകുന്നത്. കാരണം നമ്മുടെ കയ്യിലായിരുന്നു ആ സംഭവം അപ്പോഴും ഇരുന്നേ. ഒന്ന് മാറാവോ? സോപ്പൊക്കെ കിട്ടിയായിരുന്നു. ഇനിയിപ്പോൾ എന്തോ സോപ്പാണ്. അവനെ ഫുഡ് അടിക്കാം. ഇനി ഇതാണ് ഞാൻ സോപ്പൊന്ന് ഉപയോഗിക്കുന്നത്. സൂപ്പാണ്. പിന്നെ അവനെന്താ പറയുന്നത്? അവന് വേണ്ട സോപ്പാണ്. അവന് സോപ്പാണ് വേണ്ടത്. എന്താണെങ്കിലും ഒരു എനർജി ഡ്രിങ്ക് മേടിക്കാൻ പൈസ 3 രൂപയുടെയാണ്.
ഒരെണ്ണം കൂടെ മേടിക്കാം. വേണ്ട, ഒരെണ്ണം വാങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഒരെണ്ണം കരുതാൻ പറ്റത്തില്ല. നമുക്ക് രാത്രിയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കുറേ സമയമുണ്ട്. ഇപ്പോൾ എന്തോ ചെയ്യും? എടാ, നിനക്ക് സോപ്പല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എക്സ്റ്റെൻഡ് 10 നമുക്ക് പോവാൻ തിരിച്ച്. കുറേ സമയമുണ്ട്. ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാൻ ചേച്ചി നമുക്ക് എന്തെങ്കിലും പൈസ തരുമോ? സമയം പോകുന്നില്ല. നമുക്ക് നേരം നമ്മൾ ലഞ്ച് ബ്രേക്ക് കാണാം. ഫ്രണ്ട്സ്, എന്തായാലും നമ്മുടെ ലഞ്ച് ബ്രേക്ക് ഇവിടെ കത്തമായിട്ടുണ്ട്. വെറുതെ പുറത്ത് നിൽക്കാം. ഒരു നോയ്സും ഇല്ലേ? നമ്മുടെ ഇതാണ്. ഇവിടം വരെ കുടിക്കണം. സോപ്പ് ബാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൊടുക്കണ്ട. നമുക്കതിപ്പോൾ എടുക്കണ്ട. നമ്മുടെ മണ്ണിൻ്റെയും കൂടിയിട്ടുണ്ട് മുമ്പത്തെ കണക്കാണ്. നമ്മൾ തവി വാങ്ങിച്ചതോടെ അതിൻ്റെ അത് എഴുതി കാണിക്കാറുണ്ട് നമ്മൾ പുതിയ ഇത് എന്തൊരു പ്രശ്നമാടാ, ഇത്രയും പെട്ടെന്നാവും. ഒരു ഭക്ഷണമുണ്ട്. നമുക്ക് അടുത്ത നമുക്കിനി സാധനങ്ങൾ എടുക്കണം. അതിപ്പോൾ എടുക്കണ്ടോ? അവനെ നമ്മുടെ എന്തോ ഉണ്ട്. ഡിസ്മിസ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും കാർഡിനെ ഡിസ്മിസ് ചെയ്യാം. ഒരുമിച്ച് സാധനങ്ങൾ വയ്ക്കാം. നമുക്ക് സോപ്പ് എടുക്കണ്ട. ഡിസ്മിസ് കാർഡ്. സോപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എടുക്കാം. ലൈറ്റ്, ഫ്രഞ്ച്, ഇനി അടിയിലെന്തോ ഉണ്ട്. ഇനി നമുക്ക് സാധനങ്ങളാണ്. സോപ്പ് എടുത്തില്ലല്ലോ. രാത്രി ആവാറായി. രാത്രി ആയതിനു ശേഷമാണ് നമുക്ക് മെയിൻ പരിപാടി തുടങ്ങേണ്ടത്. പെട്ടെന്ന് രാത്രിയാകും. നീ പോ. നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ കുഴിക്കാൻ തുടങ്ങണ്ട. അല്ല, നമുക്ക് ഇപ്പോൾ കുഴിക്കാൻ തുടങ്ങാം. അറ്റത്തും ഇതുവരെ കുഴിക്കുന്നു. ഈ സൈഡൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ സമയവും ഇല്ല. ഇനി മിന്നോട് നമുക്ക് മണ്ണെല്ലാം തട്ടണം. അതാണ് നമ്മൾ മണ്ണ് മാഫിയാണ്.
ടോയ്ലറ്റിലാണ് നമ്മൾ മണ്ണ് മാഫിയ പരിപാടി കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പഴയ അക്കൗണ്ട് എങ്ങനെ എടുക്കാൻ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം കുറേ കഷ്ടപ്പെട്ടു നമ്മളതിൻ്റെ അത്. ഇപ്പം രാത്രിയാവും, നമുക്ക് പെട്ടെന്ന് ഫുഡ് അടിക്കാം. കാത്തിരിക്കാം. ഫസ്റ്റ് ഫുഡ് എടുക്കണം. പുഷപ്പൊക്കെ എടുത്തിട്ട് എന്തിനാണ് ഇവിടെ നിന്ന് പുഷപ്പ് കാണിക്കുന്നത്? നമുക്ക് ഇനി രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിന് നമുക്ക് 22 ആവുമ്പോൾ നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ ഷൗപ്പെട്ടി ഒക്കെ തുറക്കാൻ നോക്കാം, പക്ഷെ തുറക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോൾ കാത്തിരിക്കാനേ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ് എന്തായാലും 21 ഇനി 1 മിനിറ്റ് കൂടെ ഉണ്ട്. എന്താണെങ്കിലും സമയമാകാറായി. നമ്മുടെ ഗാർഡും വരുന്നുണ്ട്. ഗാർഡ് വിൽ ബി കമ്മിങ് ഇൻ 6 സെക്കൻഡ്. എന്താണെങ്കിലും അവനെ ഒന്ന് വിളിച്ചേക്കാം. ഓ സമയമാകാറായി. ബെഡ് ടൈം. അത്രേ ഉള്ളു. നൈറ്റ് ഈസ് ഔട്ട്. നമുക്ക് നമ്മുടെ എനർജി കളയാൻ പാടില്ല ഒന്നും. ഓരോ കുഴിയും നമ്മുടെ അമൂല്യമായിരിക്കുന്നു. ഇനിയെങ്കിലും തുറക്കാൻ പറ്റുമോ? സോപ്പ് എടുക്കാൻ പാടില്ല. എടാ ഇനി എത്ര അനർത്ഥം ചെയ്യണം? ആ സൈഡൊക്കെ നോക്കി. അവിടെ അല്ല, ഈ സൈഡൊക്കെ. ആയി. വേറെ താക്കോല് ഇട്ടിട്ടുണ്ട്. ഇവിടെ സാധനങ്ങൾ നമുക്ക് എടുക്കാം. ആ സോപ്പാണ്. ഒരു സോപ്പ് എന്താണ് നമ്മുടെ കയ്യിലുണ്ടാകുന്നത്? പ്രശ്നമില്ല. എന്തായാലും കുഴിക്കാൻ തുടങ്ങാം. നേരെ ചാടി വരാൻ നേരത്തെ ഇരിപ്പിട്ടൊന്ന് കുഴിക്കാൻ തുടങ്ങാം. അഞ്ച് മണിക്കാണ് നമുക്ക് ആക്കണ്ടേ. എനർജിയുടെ കുഴിക്കേണ്ട സമയമായെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അവസാന പവർ വരെ നോക്കും. ചേട്ടാ എനർജിയുടെ കുഴിച്ച് ഇനി ഇത്രയും പറ്റുള്ളൂ. എനർജി ഫുള്ളാവും. നമ്മളിപ്പോൾ എത്ര മീറ്ററായി? 4 മീറ്ററായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അത്ര ആവാറായി. ഇനി ശവപ്പെട്ടി കിട്ടി. ഇനി നമ്മുടെ മെയിനായിട്ടൊന്നും എടുക്കാനില്ല. ആ സാധനങ്ങളല്ലേ എടുത്തരാം. നമ്മൾ ബാഗ് നിറഞ്ഞിരിക്കും. ശവപ്പെട്ടി എടുക്കാനായിരുന്നു നമ്മുടെ മെയിൻ കാര്യം. അതെന്താണെങ്കിലും ആദ്യം സാധനങ്ങളെല്ലാം വെച്ച് മണ്ണടിച്ചിട്ട് നമുക്ക് പിന്നെ അകത്തുനിന്ന് സാധനങ്ങൾ എടുക്കാം. സാധനങ്ങളെല്ലാം എടുക്കാം. സോപ്പ് മാത്രം എടുക്കില്ലേ നമ്മൾ? നോക്കി അടിയിൽ ഒരെണ്ണം. അത് വേറൊരു സോപ്പ്. നമുക്ക് ഒരു സോപ്പ് മാത്രം ഇട്ടാൽ മതി. ഉറങ്ങാം. അതിൽ നമുക്ക് നാളെ വെയർ ഹൗസ് തുറക്കാം. വെയർ ഹൗസ് കണ്ടിട്ട് നമുക്ക് അമിട്ട് മേടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് കോമ്പസ് ഒന്നും കാണുന്നില്ല. പക്ഷെ എന്തോ ഗ്ലിച്ചിങ് ഉണ്ടായിരുന്നു ആ ഗെയിമിനകത്ത്. അതാണ് ഫ്രണ്ട്സ്, നമുക്ക് കോമ്പസും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ആ ഗെയിം കളിച്ചിട്ട് ഒരു കാര്യവുമില്ല. കോമ്പസ് കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തോ എടുക്കാനാണ്. എന്താണേലും കിടന്നുറങ്ങാം. നമ്മുടെ കയ്യിലൊന്നുമില്ല, സംഭവമല്ല. അവിടുത്തെ മണ്ണടിച്ചു. ഉറങ്ങാം. ഫുഡ് അടിക്കാം. ആളെ വിളിച്ചത് സാധനങ്ങൾ വെക്കാം.
കുറേ സാധനം 31 നമ്മൾ സെല്ല് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ബാഗ് മേടിക്കാം. ഇവിടെ ഷവൽ എത്രയുണ്ട്? അത് 100-100-100-ആണ്. വെയർ ഹൗസും തുറന്നേക്കാം. 10 മിനിറ്റേ ഉള്ളൂ. ഇത് ലെറ്റർ വായിക്കണം. ലെറ്റർ ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ലഞ്ച് ബ്രേക്ക് വരെ കാത്തിരിക്കണം. അവരാ സോപ്പ് കൊടുക്കണം. ഇതാണ് ഏറ്റവും നല്ലത്. അതാണ് കാരണം ഷൗപ്പെട്ടി മാത്രം കിട്ടിയാൽ മതി. മെയിൻ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഷൗപ്പെട്ടിയാണ് ഇതിൻ്റെ അത് മെയിൻ കാര്യം. ആർക്കും ഇതിൻ്റെ അത് മെയിൻ ഇല്ല. പൈസ കിട്ടാനോ അതോ നിങ്ങൾക്ക് ഇതിൻ്റെ അത് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ രീതി കുഴിക്കണം എന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കുഴിച്ചാലും മതി. നമ്മൾ 6 മീറ്റർ എന്താണ് ആവാറായി. 6 മീറ്റർ ആയതിനു ശേഷം പിന്നെ ലഞ്ച് ബ്രേക്ക് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കും. ഇത് ഭയങ്കര ലോങ് വീഡിയോ ആണ്. 6 മീറ്ററും ആയിട്ടുണ്ട്. 10 മീറ്റർ ഇങ്ങനെ ആക്കാൻ പറ്റുമോ? 10 മീറ്റർ പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം ലഞ്ച് ബ്രേക്കിനാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഒരു 6 മീറ്റർ എന്താണെങ്കിലും ആയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം കാണത്തില്ല. ഒരു 10 മീറ്റർ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ഒന്നും നോക്കണ്ട. നമ്മൾ ദിവസം കൊണ്ട് തന്നെ നമ്മൾ എസ്കേപ്പ് ആവും. മിക്കവാറും നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ എസ്കേപ്പ് ആവുമായിരിക്കും. കാരണം നമ്മൾ അത്തുമാരി സ്പീഡിലാണ് പോകുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ 6 മീറ്റർ ആയി. നമ്മുടെ MB കത്തുപോലും തന്നില്ല അതിനെക്കുറിച്ച്. അതിന് മുമ്പേ നമ്മൾ എസ്കേപ്പ് ആവും. ഫുഡും വാങ്ങാം. ട്രേഡ് സംതിങ് സ്പീഡ് അപ്പ് യുവർ ക്ലൈംബിംഗ് സ്പീഡ്. ട്രേഡ് ഫോർ സംതിങ് ടു കയറ് വാങ്ങാനായിരിക്കും. നീ പോയി നമ്മുടെ ഫുഡ് വാങ്ങിക്കണം. ഗാഡ് കണ്ണോട്ടൻ. നമുക്ക് ഫുഡ് ഇതല്ലേ കയറ്? ഒരേക്ക് മേടിച്ചേക്കാം. ട്രേഡ് സംതിങ് ഇൻക്രീസ് യുവർ മാക്സിമം എനർജി. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ നമുക്ക് എനർജിയും കൂട്ടണം. നമുക്ക് പെട്ടെന്ന് ഒഴിക്കാൻ തുടങ്ങാം. കാരണം സ്പീഡ് എന്തോ ഇപ്പം വലിയ സ്പീഡൊന്നും ഇല്ല. പൈസ പോയി. ഈ ബാക്കിലോട്ടാക്കി ഇപ്പോൾ നമ്മൾ 6 ആയിട്ടുണ്ട്. 6.5 ആയിട്ടുണ്ട്. ഷൂ ആണ്. സാധനങ്ങളൊക്കെ പിന്നെ എടുക്കാം നമുക്ക്. നമ്മൾ 7 മീറ്റർ ആയിട്ടുണ്ട്. 7 മീറ്റർ ആയിട്ടുണ്ട് നമ്മൾ. നല്ല സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇപ്പം കുറേ നേരം എടുത്തു. ഒറ്റ എപ്പിസോഡ് 7 മീറ്ററായി. ശവപ്പെട്ടി എടുക്കുക. നമ്മൾ ഏത് സ്പീഡിലാണ് പോകുന്നത്. കാരണം നമ്മൾ അടുത്ത എപ്പിസോഡിൽ എസ്കേപ്പ് ആവും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ലഞ്ച് ബ്രേക്ക് ആയിട്ടില്ല. നമുക്കൊരു 10 മീറ്റർ ഏകദേശം കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ് തന്നെ നമ്മൾ ഏകദേശം 7 മീറ്റർ കൂടുതലായിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ലഞ്ച് ബ്രേക്കും ആയിട്ടുണ്ട്. നമ്മുടെ സോപ്പ് നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒരു സോപ്പ് നമുക്ക് വേറെ സ്പെയർ കിട്ടിയായിരുന്നു. അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോവാം. ലഞ്ച് ബ്രേക്ക് നമ്മുടെ ഇവന് കൊടുക്കാം. അവനെന്തോ തരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ റിവാർഡൊക്കെ മറന്നുപോയി. പെട്ടെന്നൊരു എനർജി ഡ്രിങ്കും കുടിക്കണം. കാരണം നമ്മുടെ കയ്യിൽ 56 രൂപയുണ്ട്. വെറുതെ ചിലവാക്കണം. എനർജി ഡ്രിങ്ക് അത് രാത്രി മാത്രം മതി. അത് ഒരു സമയം കിട്ടുള്ളല്ലോ അതിന്. ഏതോ ഒന്ന് മാർഷ് ഗ്ലിച്ചാക്കുമോ?
ഓ 7 രൂപ വെച്ചിട്ട് നോക്കാം. എന്താണെങ്കിലും ഒരു 2 മേടിക്കാനുള്ള ലെവലപ്പ് പോയിട്ടുണ്ട്. റിച്ചാണ്. ഇനി അവനെന്താ വേണ്ടേ? ഒന്നുകൂടെ അവനോട് ചോദിക്കാൻ. ചിലപ്പോൾ അവന് കുളിക്കാൻ സോപ്പ് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും അവനോട് സോപ്പ് ചോദിച്ചത്. ഗെറ്റ് മീ എ ലൈറ്റർ. ലൈറ്റർ ചീള്. ലൈറ്റർ നമ്മുടെ അവിടെ ഇരിപ്പില്ലേ? ഇല്ല. ഫ്രണ്ട്സ്, എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നേരെ ഔട്ട്രോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അന്നേരം നമ്മൾ സൂപ്പർ കളിയാണ്. ഒറ്റ എപ്പിസോഡിൽ 7 മീറ്റർ. അന്നേരം നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.